10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ത്രികോണമിതി എന്ന നമ്മുടെ അധ്യായത്തിലെ 3ാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യ 2 വീഡിയോകളിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ജ്യാമിതീയ പെട്ടിയിൽ കാണുന്ന 2 തരത്തിലുള്ള മട്ടത്രികോണങ്ങൾ അവരെക്കുറിച്ചിട്ടാണ്. അതായത് 45, 45, 90 കോണുകൾ വരുന്നതും 30, 60, 90 കോണുകൾ വരുന്നതുമായ 2 തരം മട്ടങ്ങൾ നമ്മുടെ ജ്യാമിതീയ പെട്ടി അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ ബോക്സിലുണ്ട്. അവയുടെ വശങ്ങളുടെ സവിശേഷതയാണ് നമ്മൾ പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ്, ആ പാഠത്തിൻ്റെ തുടക്കത്തിലുള്ള ചോദ്യങ്ങളിലേക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ പോകുന്നത്. അതിൽ 1ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ വരച്ചിരിക്കുന്ന ത്രികോണത്തിൻ്റെ മുകളിലെ മൂലയിൽ നിന്ന് താഴത്തെ വശത്തേക്കുള്ള ലംബ ദൂരം എത്രയാണ്? മുകളിലത്തെ മൂലയിൽ നിന്ന് താഴത്തേക്ക് വശത്തേക്കുള്ള ലംബ ദൂരം എത്രയാണ്? മുകളിലത്തെ മൂലയിൽ നിന്ന് താഴത്തെ വശത്തേക്ക് ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇംഗ്ലീഷിൽ, ഇൻ ദ ട്രയാങ്കിൾ ഷോൺ വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ടോപ്പ് വെർട്ടെക്സ് ടു ദി ബോട്ടം സൈഡ്? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ? അതായത് മുകളിലുള്ള വെർട്ടെക്സിൽ നിന്ന് താഴത്തേക്കുള്ള ദൂരം എത്രയാണ്? അതായത് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ആ ത്രികോണത്തിൻ്റെ ഉയരമായിട്ട് തന്നെ വരും. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/2 ഇൻറ്റു പാദം ഇൻറ്റു ലംബം, അല്ലെങ്കിൽ പാദം ഇൻറ്റു ഉയരം. വേറെ രീതിയിൽ പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യ ചിത്രത്തിലേക്ക് പോകാം. ഇവിടെ എ ഡി എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ സാർ വരച്ചിട്ടുണ്ട്. അതായത് ത്രികോണത്തിന് ABC എന്ന് പേര് കൊടുത്തു. എ എന്ന മൂലയിൽ നിന്ന്, അതായത് 120 ഡിഗ്രി വരുന്ന എ എന്ന മൂലയിൽ നിന്ന് BC എന്ന വശത്തിലേക്ക് ഒരു ലംബം വരച്ചു, AD. ഇതൊരു സമപാർശ്വ ത്രികോണമാണ് എന്ന് നമുക്കറിയാം. സമപാർശ്വം, അതായത് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. ഈ AD എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഒരേ സമയം ഈ A എന്ന് പറയുന്ന ആംഗിളിനെയും A എന്നുള്ള കോണിനെയും ആ AD അത് ചെന്ന് ചേരുന്ന വശത്തിനെയും 2 തുല്യ ഭാഗങ്ങളാക്കും. അതുകൊണ്ട് തന്നെ ഈ 120 എന്നുള്ളത് 60ഉം 60ഉമായി ഇവിടെ ഭാഗിക്കപ്പെടുന്നു. 60ഉം 60ഉമാവും. പിന്നെ ലംബമാണ് വരയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ കോണ് 90 ഡിഗ്രിയാണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതായത് ഈ മട്ടത്രികോണം ADB എന്ന് പറയുന്ന മട്ടത്രികോണത്തിൻ്റെ കോണുകൾ 30, 60, 90 വീതമാണ്. 30, 60, 90 വരുന്ന മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് തന്നിരിക്കുന്നതാണ് നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. ചോദ്യത്തിൽ തന്നിരിക്കുന്നതിനെ നീല നിറത്തിലും കണ്ടുപിടിക്കേണ്ടതിനെ ചുവപ്പ് നിറത്തിലുമാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആ നീല നിറത്തിൽ തന്നിരിക്കുന്ന 4 സെൻറ്റിമീറ്റർ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളതാണ്. അതായത് 90 ഡിഗ്രിക്കെതിരെയുള്ള 90 ഡിഗ്രി കോണിനെതിരെയുള്ള വശം, അതായത് ഏറ്റവും വലിയ വശമാണ് 4 എങ്കിൽ ഏറ്റവും ചെറിയ വശം ഏതായിരിക്കും? ഏറ്റവും ചെറിയ വശം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിക്കെതിരെ വരുന്ന വശമായിരിക്കും ഏറ്റവും ചെറുത്. 30 ഡിഗ്രിക്കെതിരെ വരുന്ന വശം ഏതാണ്? AD. ഏറ്റവും വലിയ വശം 4 ആണെങ്കിൽ, ഏറ്റവും വലിയ വശം 4 ആണെങ്കിൽ ഏറ്റവും ചെറിയ വശം എത്രയായിരിക്കും വരിക? 4ൻ്റെ പകുതി, അതായത് 4 ഹരിക്കണം 2 എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമ്മുടെ AD എന്ന് പറയുന്ന വശം 2 സെൻറ്റിമീറ്റർ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഏറ്റവും ചെറുത് 2 സെൻറ്റിമീറ്റർ, ഏറ്റവും വലുത് 4 ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ആളാണ് 60 ഡിഗ്രിക്കെതിരെ വരുന്നത്. 60 ഡിഗ്രിക്കെതിരെ വരുന്ന കോണ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ചെറിയ വശമായ 2ൻ്റെ കൂടെ നമ്മൾ എന്ത് ഗുണിച്ചാൽ മതി? √3 എന്ന സംഖ്യ ഗുണിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3ാമത്തെ വശമായ 60 ഡിഗ്രിക്കെതിരെയുള്ള BD എന്ന് പറയുന്നത് 2√3 കിട്ടും. BD 2√3 ആണെങ്കിൽ അതേ അളവ് തന്നെയാണ് ആർക്കും വരിക? DCക്കും വരിക. DCയും എത്ര തന്നെയാണ്? 2√3 ആണ്. അപ്പോൾ ഈ ത്രികോണത്തിനെ സംബന്ധിച്ച് ഈ ത്രികോണത്തിൻ്റെ ഉയരം കിട്ടി നമുക്ക്. ഈ ഉയരമാണ് AD. എത്രയാ? 2. ഉയരവും കിട്ടി. അതുപോലെ തന്നെ ആ ത്രികോണത്തിൻ്റെ പാദവും കിട്ടി. പാദം ഏതാണ്? BC. ഉയരം ഏതാണ്? AD. ഇനി എങ്ങനെയാണ് നമ്മൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക? 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. 1/2 ഇൻറ്റു പാദം, അതായത് ബേസ് BC, ഇൻറ്റു ഉയരം ഹൈറ്റ് AD. ഇവിടെ 1/2 1/2 ഇൻറ്റു ബേസ് BC എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2√3ഉം 2√3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2 കൂട്ടിക്കഴിഞ്ഞാൽ 4. അപ്പോൾ നമുക്ക് 4√3 4√3 ആണ് കിട്ടുക. BC ഗുണിക്കണം AD എത്രയാണ്? AD നമുക്ക് 2 ആണ് കിട്ടിയത്.
അപ്പോൾ ഈ രണ്ടും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. ഇതാണ് നമ്മുടെ ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ചുവടെ കാണിച്ചിരിക്കുന്ന സാമാന്തരികൾ ഓരോന്നിലും താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കുക. അവിടെ ഒരു വര വരച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു വര വരച്ചു വെച്ചിട്ട് താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കാൻ പറഞ്ഞിട്ട് ഈ ഒരു അകലമാണ് കണക്കാക്കേണ്ടത്. അതുപോലെ ഇവിടുത്തെ ഈ അകലം കണക്കാക്കണം. താഴത്തെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബമാണ് അവിടെ ഉള്ളത്. താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കുക. പിന്നെ ഓരോന്നിൻ്റെയും പരപ്പളവും കണക്കാക്കണം. ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലത്തിന് നമ്മൾ താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലത്തിന് നമ്മൾ എച്ച് എന്ന് കൊടുത്തു. ഈ ലംബം ചെന്ന് ചേരുന്ന സ്ഥലത്തിന് നമ്മൾ സാധാരണ ഈ വശത്തിനെ ലംബം ചെന്ന് ചേരുന്ന ഈ ഒരു വശത്തിനെ നമ്മൾ സാധാരണ എങ്ങനെയാണ് വിളിക്കാറ്? ബി എന്നാണ് വിളിക്കാറ്. അങ്ങനെയാണെങ്കിൽ സാമാന്തരികത്തിൻ്റെ അല്ലെങ്കിൽ പാരലഗ്രത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? ബി ഇൻറ്റു എച്ച് എന്ന രീതിയിലാണ് നമ്മളതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാറ്. ബി ഇൻറ്റു എച്ച്. ഇതിൽ എച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉയരമായിട്ടും എടുക്കാം, അല്ലെങ്കിൽ മുകളിലത്തെയും താഴത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലമായിട്ടും കണക്കാക്കാം. എന്താണ് ബി എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ ലംബം അല്ലെങ്കിൽ ഈ വരയ്ക്കുന്ന ലംബ വര ചെന്ന് ചേരുന്ന വശത്തിൻ്റെ നീളമാണ് നമ്മൾ ബി ആയിട്ട് എടുക്കുന്നത്. ഇവിടെ അത് എത്രയാണ്? 4. നേരത്തെ പറഞ്ഞ ചോദ്യം ഇംഗ്ലീഷിൽ, ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് പാരലോഗ്രാംസ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. ടോപ്പും ബോട്ടവുമുള്ള സൈഡുകൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ഈച്ച് പാരലോഗ്രാം. ഓരോ പാരലോഗ്രത്തിൻ്റെയും ഏരിയ എത്രയാണെന്നും കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യത്തെ പാരലോഗ്രത്തിലെ ചിത്രത്തിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നതാണ് നീല നിറത്തിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ചോദ്യത്തിൽ തന്നിരിക്കുന്ന അളവുകളാണ് ഈ 2 സെൻറ്റിമീറ്ററും ഈ 4 സെൻറ്റിമീറ്ററും. നമ്മൾ ചെയ്യുന്നത് ഈ ഡി എന്ന് പറയുന്ന ഇതിന് ABCD എന്നാണ് പാരലോഗ്രത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ഡിയിൽ നിന്ന് നമ്മളൊരു ലംബം ഇങ്ങോട്ട് വരച്ചു. അതാണ് DE. ഇതാണ് മുകളിലത്തെയും താഴത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. ഇതാണ് ഈ DE ആണ്. അതിന് നമുക്ക് ലംബമായിട്ടും കണക്കാക്കാം. DE എന്ന് പറയുന്ന ലംബം വരച്ചു അല്ലേ. അപ്പോൾ ഒരു കോണ് നമുക്ക് 45 ഡിഗ്രി എന്ന് ഇവിടെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. 45 ഡിഗ്രി. രണ്ടാമത്തെ കോണ് 90 ആണെങ്കിൽ മൂന്നാമത്തെ കോണ് എത്ര തന്നെയായിരിക്കും? 45 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ AED എന്ന് പറയുന്ന മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ കോണുകൾ 45, 45, 90 ആണെന്ന് നമുക്കറിയാം. 45, 45, 90. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ വശം എന്ന് പറഞ്ഞാൽ ആരാണ്? 2 സെൻറ്റിമീറ്ററാണ്. 2 സെൻറ്റിമീറ്ററാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വശം. അതായത് 90 ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് ഏറ്റവും വലിയ വശം. അപ്പോൾ വലിയ വശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ചെറിയ വശം കണ്ടുപിടിക്കണം. അതായത് 45 ഡിഗ്രിക്കെതിരെയുള്ള വശം കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2നെ എന്തുകൊണ്ട് ഹരിക്കണം? √2 കൊണ്ട് ഹരിക്കണം. എപ്പോഴും 45, 45, 90 വരുന്ന ത്രികോണത്തിൽ വലിയ വശം തന്നിട്ട് ചെറിയ വശം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ √2 കൊണ്ട് ഹരിക്കുക. √2 കൊണ്ട് ഹരിക്കാൻ വളരെ എളുപ്പമാണ്. 2ൻ്റെ പകുതി കണ്ടുപിടിക്കുക 1, എന്നിട്ട് അതിനെ √2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഉത്തരം എത്ര തന്നെ വരിക? √2 ആണ് ഉത്തരം കിട്ടുക. മനസ്സിലായോ? അപ്പോൾ √2 കൊണ്ട് ഹരിക്കാൻ ഇനി മുതൽ ഓർമ്മിച്ച് വയ്ക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 6നെ നമുക്ക് √2 കൊണ്ട് ഹരിക്കണം എന്ന് വിചാരിക്കുക. 6ൻ്റെ പകുതി കണ്ടുപിടിക്കുക. എത്രയാ? 3. 3ന് ഇതിനെ നമുക്ക് 6 ഹരിക്കണം √2 എന്നുള്ളതിനെ എങ്ങനെ നമുക്ക് എഴുതാം? 6ൻ്റെ പകുതി കണ്ടുപിടിക്കാൻ 3, അതിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? √2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൽ 2നെ √2 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്യണം? 2ൻ്റെ പകുതിയായ 1 കണ്ടുപിടിക്കുക, അതിനെ √2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? നമുക്ക് കിട്ടുന്ന ഉത്തരം √2 ആണ് ഇവിടുത്തെ ചെറിയ വശം. അപ്പോൾ 2 ചെറിയ വശങ്ങളും 45, 45, 90 ആയതുകൊണ്ട് 2 ചെറിയ വശങ്ങളും തുല്യമായിരിക്കും. 2 ചെറിയ വശങ്ങൾ എത്ര വെച്ചിട്ടായിരിക്കും വരിക? √2 വീതമായിരിക്കും. അപ്പോൾ ഈ വശവും √2 ആണ്, ഈ വശവും √2 ആണ്. അപ്പോൾ ഈ ത്രികോണത്തിനെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ കിട്ടി? വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടി. ഇതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട എന്തൊക്കെയാണ്? മുകളിലത്തെയും താഴത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം. അത് നമുക്ക് കിട്ടി. എത്രയാ? √2. പിന്നെ എന്താണ് വേണ്ടത്? ഈ ലംബം ചെന്ന് ചേരുന്ന ഒരു വശം, അതാണ് 4 സെൻറ്റിമീറ്റർ. ഇത്രയും അറിയാമെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സാമാന്തരികത്തിൻ്റെ അല്ലെങ്കിൽ പാരലഗ്രത്തിൻ്റെ പരപ്പളവ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രം എന്താണ്? ആ സൂത്രവാക്യം അല്ലെങ്കിൽ ഫോമുല എന്താണ്? പാരലഗ്രത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഫോമുല നമ്മൾ ചെയ്യാറുള്ളത് B ഇൻറ്റു
എച്ച് ആണ്, ബി ഇൻറ്റു എച്ച്. ഈ ബി എന്ന് പറഞ്ഞാൽ ഈ ലംബം എവിടെയാണോ ചെന്ന് ചേരുന്നത് ആ ഒരു വശത്തിന് നീളമാണ് ബി. അതിവിടെ എ ബി ആണ്. എത്രയാണ്? 4. എച്ച് എന്ന് പറഞ്ഞാൽ ഈ എ ബി സി ഡി എന്നീ വശങ്ങൾ തമ്മിലുള്ള അകലം, അതായത് ഈ ഡി ഇ എന്ന് പറയുന്ന ലംബ ദൂരം തന്നെയാണ് എച്ച്. അപ്പോൾ 4 ഗുണിക്കണം √2 നമുക്ക് എങ്ങനെ എഴുതാം? 4 √2 ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഈ ഒരു പാരലഗരത്തിൻ്റെ അല്ലെങ്കിൽ സാമാന്തരികത്തിൻ്റെ പരപ്പളവ്. അതേ ചോദ്യത്തിൽ വരുന്ന രണ്ടാമത്തെ സാമാന്തരികം ഇതാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി ഇ എന്ന് പറയുന്ന ലംബം വരച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കോൺ നമുക്ക് 60 തന്നിട്ടുണ്ട്. ഇത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ എത്ര വരിക? 30 ആണ്. അപ്പോൾ ഇവിടുത്തെ വീണ്ടും നമുക്ക് തന്നിരിക്കുന്ന 2 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഈ 4 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. കോണുകൾ 30, 60, 90 ആണെങ്കിൽ നമുക്കറിയാം എന്തൊക്കെയാണ് പ്രത്യേകത. അതിലേറ്റവും വലിയ വശമാണ് 90-നെതിരെയുള്ള വശമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വശം. അതാണ് 2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആ 2ൻ്റെ പകുതിയായിരിക്കും 30-നെതിരെയുള്ള വശം. 2ൻ്റെ പകുതിയായിരിക്കും 30-നെതിരെയുള്ള വശം. അതാണ് 1 സെൻറ്റിമീറ്റർ. ഇനി 60-നെതിരെയുള്ള വശം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 60 ഡിഗ്രിക്കെതിരെയുള്ള വശം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും ചെറിയ വശത്തിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? √3 കൊണ്ട് ഗുണിച്ചാൽ മതി കേട്ടോ. 30, 60, 90-ൽ ഏറ്റവും വലിയ വശം 2, ഏറ്റവും ചെറിയ വശം അപ്പോൾ എത്രയായിരിക്കും? 2ൻ്റെ പകുതി 1. അപ്പോൾ ഇടയിലുള്ള ആൾ √3. ഇവിടെ നമുക്കറിയാം ഇത് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വിലകളാണത്. 1, √3, 2. 30, 60, 90-ൻ്റെ വശങ്ങളുടെ അംശബന്ധം എന്ത് തന്നെയായിരിക്കും വരിക? ഏറ്റവും ചെറിയ വശം 1, രണ്ടാമൻ 60-നെതിരെയുള്ള ആളാരാ? √3. ഏറ്റവും വലിയ വശം 2 ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇനി പരപ്പളവ് കണ്ടുപിടിക്കാൻ ആവശ്യമായ എല്ലാ അളവുകളും കിട്ടി. പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? എ ബി, അതായത് ഒരു വശത്തിൻ്റെ നീളം, അതിനെയാണ് നമ്മൾ സാധാരണ ബി എന്ന് പേരെടുത്ത് വിളിക്കുന്ന ആൾ. അതാണ് 4. പിന്നെ ഈ 2 വശങ്ങൾ തമ്മിലുള്ള അകലം, അതാണ് √3 സെൻറ്റിമീറ്റർ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പരപ്പളവ് കണ്ടുപിടിക്കുക? ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ബി ഇൻറ്റു എച്ച്, ഇവിടെ അത് എത്രയാണ്? 4 ഗുണിക്കണം √3, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 4 √3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. താങ്ക് യു.